Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ടോപ്പിക്കാണ് ബജറ്റ് ലൈൻ അഥവാ ബജറ്റ് രേഖ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇന്നത്തെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബജറ്റ് ലൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബജറ്റ് ലൈൻ വരയ്ക്കുന്നത് എക്സാമിന് അധികം ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്. ബജറ്റ് ലൈൻ ഇക്വേഷൻ രൂപീകരിക്കാനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വളരെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം ക്ലാസ്സൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിന്റെ പേരാണ് ബജറ്റ് ലൈൻ അഥവാ ബജറ്റ് രേഖ. എന്താണ് ബജറ്റ് ലൈൻ നോക്കാം. ബജറ്റ് ലൈൻ ഈസ് ദി ലൈൻ which consists all the bundles or combinations that cost exactly equal to consumers income. അതായത് ഒരു ഉപഭോക്താവ് അയാളുടെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് വാങ്ങുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ബജറ്റ് ലൈൻ. അതായത് ബജറ്റ് ലൈൻ ഈസ് ദി ലൈൻ which consists all the bundles that cost exactly equal to consumers income. അതായത് ഒരു ഉപഭോക്താവ് അയാളുടെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചു കൊണ്ടുവാങ്ങുന്ന എല്ലാ ബണ്ടിലുകളും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ നമുക്ക് ഷോർട്ടായിട്ട് BL എന്ന് പറയാം. ഇനി ബജറ്റ് ലൈൻ ഇക്വേഷനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് ബജറ്റ് ലൈൻ ഇക്വേഷൻ നോക്കാം. ഈ ബജറ്റ് ലൈൻ മാത്തമാറ്റിക്കലി ഒന്ന് നിർവചിച്ച് നോക്കാം. P1S1 plus P2S2 is equal to PM. ഇതൊക്കെ നമുക്കറിയാം. P1, P2, PM എന്നതൊക്കെ നമുക്ക് നന്നായി അറിയാമെങ്കിൽ ഞാൻ പറയുന്നതാണ്. P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ്. X1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ആണ്. ഇനി P2 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ്. X2 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് good. M എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഇൻകം. അപ്പോൾ ബജറ്റ് ലൈൻ ഇക്വേഷനാണ് P1S1 plus P2S2 is equal to M. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ വിലയും രണ്ടാമത്തെ സാധനത്തിന്റെ വിലയും എന്തായിരിക്കും? ഉപഭോക്താവിന്റെ വരുമാനത്തിന് തുല്യമായിരിക്കും. ബജറ്റ് രേഖയിൽ ബണ്ടിലുകൾക്ക് വരുന്ന ചെലവും ഉപഭോക്താവിന്റെ വരുമാനവും തുല്യമായിരിക്കും. ഇനി ബജറ്റ് ലൈൻ ഇക്വേഷനോട് പറയുമ്പോൾ P1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറയുന്നത്? P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില. ഇനി P2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ് ടു, രണ്ടാമത്തെ സാധനത്തിന്റെ വില. X1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ, ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്. X2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു. X2 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ്. ഇനി M എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഇൻകം, ഉപഭോക്താവിന്റെ വരുമാനം. ഇനി നമുക്ക് ഒരു ബജറ്റ് ലൈൻ ഇക്വേഷൻ വിലകളൊക്കെ കൊടുത്തിട്ട് P1 P2 വിലകൾ കൊടുത്തിട്ട് നമുക്കൊന്ന് രൂപീകരിച്ച് നോക്കാം. ഉദാഹരണമായിട്ട് ഒരു ഉപഭോക്താവിന്റെ കൈവശം 50 രൂപയുണ്ട്. എത്രയാണ്? 50 രൂപീസ്. 50 രൂപയുണ്ട്. അപ്പോൾ ഉപഭോക്താവിന്റെ കൈവശം എത്ര രൂപ ഉണ്ട് എന്ന് പറയുന്നത്? 50 രൂപ. അപ്പോൾ അതിൽ ഏത് ഇലക്ട്രോണിക്? M is equal to 50. ഇനി അതിൽ ഒന്ന് അയാൾ 50 രൂപയായിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ അയാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ ഒരു യൂണിറ്റിന് വില, അതായത് ഒന്നാമത്തെ സാധനം അയാൾ ആദ്യം ചൂസ് ചെയ്തത് വസ്തു ഉണ്ടാവില്ല, അതിന്റെ വില P1 ഒരു യൂണിറ്റിന് 10 രൂപയാണ് വെച്ചത്. 10 രൂപ. അപ്പൊ ഒന്നാമത്തെ സാധനത്തിന്റെ വില എത്രയായിരിക്കും? 10 രൂപയാണ് വെച്ചത്. ഇനി അയാളുടെ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ സാധനത്തിന്റെ വില P2 5 രൂപയാണെങ്കിൽ ബജറ്റ് ലൈൻ ഇക്വേഷൻ രൂപീകരിക്കും.
വിഭജിക്കുക. ഇങ്ങനെ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് ഫോർമുലേറ്റ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അതായത് ഉപഭോക്താവിന്റെ വരുമാനം M = 50 ആണ്, P1 10 ആണ്, P2 5 ആണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ രൂപീകരിക്കാൻ വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് നോക്കാം. P1 സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? ₹10 അല്ലേ? 10. ഇനി x1 അതുപോലെ തന്നെ എഴുതി 10x1 പ്ലസ് ഇനി P2 സ്ഥാനത്ത് എന്ത് കൊടുക്കും? 5x2 = m സ്ഥാനത്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അതാണ് 10x1 പ്ലസ് 5x2 10x1 പ്ലസ് 5x2 = 50. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? 10x1 പ്ലസ് 5x2 = 50. അതായത് ഈ ഇക്വേഷൻ പ്രകാരം P1 നും P2 നും M നും ഒക്കെ വിലകൾ നൽകിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷൻ കിട്ടി 10x1 പ്ലസ് 5x2 = 50. ഇത്രയും ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ രൂപീകരിക്കാനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ആദ്യമായിട്ട് ഒരു ഉപഭോക്താവ് അയാളുടെ വരുമാനം പൂർണ്ണമായും ഒന്നാമത്തെ സാധനം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് M/P1 അളവ് ഒന്നാമത്തെ സാധനം വാങ്ങാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം, ഒരു ഉപഭോക്താവ് അയാളുടെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്ന വിധമാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഒരു ഉപഭോക്താവ് അയാളുടെ വരുമാനം പൂർണ്ണമായും ഒന്നാമത്തെ സാധനം x1 വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് M/P1 അളവിൽ x1 ഒന്നാമത്തെ സാധനം വാങ്ങാൻ സാധിക്കും. ഇനി ആ സമയത്ത് അയാൾ x2 വാങ്ങുന്നില്ല, x2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഒരു ഉപഭോക്താവ് അയാളുടെ വരുമാനം പൂർണ്ണമായും രണ്ടാമത്തെ സാധനം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് രണ്ടാമത്തെ സാധനം M/P2 അളവിൽ വാങ്ങാൻ സാധിക്കും. രണ്ടാമത്തെ സാധനം എത്ര അളവിൽ വാങ്ങാൻ സാധിക്കും? എത്ര അളവിൽ വാങ്ങാൻ കഴിയും? M/P2 അളവിൽ വാങ്ങാൻ കഴിയും. ഒന്നാമത്തെ സാധനം അയാളുടെ വരുമാനം പൂർണ്ണമായും x1 വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര അളവിൽ വാങ്ങാൻ സാധിക്കും എന്ന് പറയുന്നത് M/P1 അളവിൽ സാധനം വാങ്ങാൻ പറ്റും. നേരെ മറിച്ച് അയാളുടെ വരുമാനം മുഴുവൻ x2 വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ x1 ഒന്നും വാങ്ങുന്നില്ല, x1 ഒക്കെ 0 ആണ്. x2 വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് M/P2 അളവിൽ x2 വാങ്ങാൻ രണ്ടാമത്തെ സാധനം വാങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി x1 എന്നാൽ x1 x ആക്സിസിലും x2 എന്താ y ആക്സിസിലും രേഖപ്പെടുത്തുകയാണെങ്കിൽ x1 x ആക്സിസിലും x2 y ആക്സിസിലും രേഖപ്പെടുത്തുകയാണെങ്കിൽ M/P1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നു. അതായത് x1 x ആക്സിസിൽ മാർക്ക് ചെയ്യുമ്പോൾ M/P1 എന്ത് പറയും? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഇനി x2 y ആക്സിസിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ M/P2 വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുക. ഇതിപ്പോ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഏതാണ്? M/P1. അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഏതാണ്? M/P2. എന്താണ് ഈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈൻ x അക്ഷവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെയാണ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഇനി ബഡ്ജറ്റ് ലൈൻ y ആക്സിസുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെയാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അഥവാ M/P2 എന്ന് പറയുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്കൊരു ബഡ്ജറ്റ് ലൈനിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. അവിടെ അടുത്ത ഹെഡിങ് എന്താണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. horizontal intercept M/P. horizontal intercept വളരെ സിമ്പിൾ ആണ്. അതായത് horizontal intercept അഥവാ x1 നോക്കട്ടോ, M/P1. x1 കാണണമെങ്കിൽ if you know x1 കാണണമെങ്കിൽ x1 നമ്മൾ എഴുതാം. x1 കാണണമെങ്കിൽ S2 is equal to 0. S2 എന്തായിരിക്കും? 0 ആയിരിക്കും. S2 കാണണമെങ്കിൽ x1 കാണണമെങ്കിൽ S2 എന്തായിരിക്കും? 0 ആയിരിക്കും. ആയതുകൊണ്ട് therefore x1 is equal to M/P1. x1 is equal to M/P1.
P1. അപ്പോൾ നമുക്ക് horizontal intercept ആയതുകൊണ്ട് horizontal intercept is equal to horizontal intercept എങ്ങനെ എഴുതാം? x2 ന്റെ സ്ഥാനത്ത് 0 ആണ്, x1 ന്റെ സ്ഥാനത്ത് നമ്മൾ ബണ്ടിൽ ഇങ്ങനെ എഴുതുക x1 x2 എന്നുള്ള ഫോമിലല്ലേ, x1 x2 എന്നുള്ള ഫോമിലാണ് നമ്മൾ ബണ്ടിൽ എഴുതുക. അതിൽ x1 ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? m/p. x1 x2 എന്നുള്ള ഫോമിലാണ് നമ്മൾ ബണ്ടിൽ എഴുതുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ x1 ന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക? m/p1 കോമ x2 ന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കും? 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് m/p1 അല്ലെങ്കിൽ x1 കാണണമെങ്കിൽ, അതായത് കാണണമെങ്കിൽ x1 കാണണമെങ്കിൽ x2 0 ആയിരിക്കും, x2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി x1 m/p1. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് m/p1, 0. അതായത് x1 കാണണമെങ്കിൽ x2 0 ആയിരിക്കും, x1 m/p1. x1 എന്താണ്? m/p1. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് m/p1, 0. ഇനി അടുത്തതായിട്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. m/p2. s2 കാണണമെങ്കിൽ, if you know s2 കാണണമെങ്കിൽ x1 is equal to 0. x2 കാണണമെങ്കിൽ x1 എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore s2 is equal to m/p2. ഇനി vertical intercept എങ്ങനെ എഴുതാം? vertical intercept is equal to x1 x2 എന്നുള്ള ഫോമിലാണ്. x1 x2 എന്നുള്ള ആ ഫോമിൽ ഞാൻ വീണ്ടും പറയാൻ പോവാണ്. x1 എന്നുള്ള ഫോമിലാണ്. x1 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 0. s2 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? m/p2. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും. അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ എന്താണ്? നമുക്ക് x2 കാണണമെങ്കിൽ എന്താ? നമുക്ക് s2 കാണണമെങ്കിൽ എന്തായിരിക്കും? x1 0 ആയിരിക്കും. ഇനി x2 m/p2 ആയിരിക്കും. അതുകൊണ്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 0, m/p2. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ലൈൻ വരയ്ക്കുന്ന ആ ചിത്രത്തിലാണ്. അപ്പോൾ നമ്മൾ m/p1 കണ്ടു, അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടു, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടു. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ബഡ്ജറ്റ് ലൈൻ p1 s1 plus p2 s3 m പ്രകാരം ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, y s x s ഒക്കെ വരയ്ക്കുക, x s y s ഒക്കെ വരയ്ക്കുക. അവിടെ x ൽ എന്താണ് മാർക്കിയ? ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് അഥവാ x1. ഗുഡ് മാർക്ക്. ഇവിടെ ഗുഡ് 2 രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് x2. ഇനി ഗുഡ് 1 മാർക്ക് ചെയ്തു, ഗുഡ് 2 മാർക്ക് ചെയ്തു. ഈ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കും. വരച്ചൂടെ റഫായിട്ട് വരയ്ക്കാണ്. ഇങ്ങനെ ബഡ്ജറ്റ് ലൈൻ്റെ ഷേപ്പ് നോക്കുക. m/p1 m/p2. ഇനി ബഡ്ജറ്റ് ലൈൻ ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? p1 s1 plus p2 s2 m. ബഡ്ജറ്റ് ലൈനിന്റെ മേലെ നമ്മൾ എന്ത് കൊടുക്കണം? ബഡ്ജറ്റ് രേഖ സമവാക്യം, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നമ്മൾ എഴുതണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഉദാഹരണം ഈ p1 നും x1 നും p1 നും p2 വിലകൾ നൽകി, അതായത് m വിലകളൊക്കെ നൽകിയിട്ട് എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈൻ
വരയ്ക്കും. ബഡ്ജറ്റ് ലൈനിന്റെ ഷേപ്പ് ഒക്കെ മനസ്സിലായിട്ട് എവിടെ ഗുഡ് 1 മാർക്ക് ചെയ്യാം, ഗുഡ് 2 മാർക്ക് ചെയ്യാം മനസ്സിലായി. M/P1 എന്താണെന്ന് മനസ്സിലായി, M/P2 എന്താണെന്നൊക്കെ മനസ്സിലായി. ഇനി ബഡ്ജറ്റ് ലൈൻ ഒരു ഉദാഹരണം സഹിതം നമുക്ക് വിശദമാക്കാം. ഒരു ഉപഭോക്താവിന്റെ വരുമാനം 12 രൂപയാണ്. ഒരു ഉപഭോക്താവിന്റെ വരുമാനം 12 രൂപയാണ്. M is equal to 2. ഒന്നാമത്തെ സാധനത്തിന്റെ വില P1 is equal to 3. P2 is equal to രണ്ടാമത്തെ സാധനത്തിന്റെ വില P2 is equal to 3. Formulate budget line equation and draw budget line. ഇങ്ങനെ ചോദ്യം വരിക. ഒന്നാമത്തെ സാധനത്തിന്റെ വില M is equal അതായത് ഉപഭോക്താവിന്റെ വരുമാനം 12, ഒന്നാമത്തെ സാധനത്തിന്റെ വില 3, രണ്ടാമത്തെ സാധനത്തിന്റെ വില 3. അങ്ങനെയെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ രൂപീകരിച്ച് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫോർമുലേറ്റ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അതായത് ഇത് പ്രകാരം നമുക്ക് എന്താണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതണം അല്ലേ? ഓക്കെ, നമ്മൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നോക്കുക. സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അത് നമുക്ക് നോക്കാം. P1 S1 plus P2 S2 is equal to M ആണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അതിൽ P1 ന്റെ സ്ഥാനം നമ്മൾ എന്ത് കൊടുക്കും? 3 അല്ലേ? 3S1 പ്ലസ് P2 ന്റെ സ്ഥാനത്ത് എന്താണ്? 3S2 is equal to M ന്റെ സ്ഥാനത്ത് 12. ഓക്കെ, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് നമ്മുടെ P1 S1 plus P2 S2 is equal to M എന്ന് എഴുതി. അതിൽ P1 ന്റെ സ്ഥാനത്ത് നമ്മൾ ഒന്നാമത്തെ സാധനത്തിന്റെ വില 3, രണ്ടാമത്തെ സാധനത്തിന്റെ വില 3 അല്ലേ? 3S2 is equal to ഉപഭോക്താവിന്റെ വരുമാനം 12. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? 3S1 plus 3S2 is equal to 12. എന്താണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ? 3S1 plus 3S2 is equal to 12. ഇനി ഇത് പ്രകാരമാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാണണം. അതായത് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നതിന് എന്ത് വേണം? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കാണണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാണണം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ് നമുക്ക് എങ്ങനെ എഴുതാനുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാണാം. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് 3S1 plus 3S2 is equal to 12. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണണം അല്ലേ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M/P1 കാണണമെങ്കിൽ നമ്മളന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? S1 കാണണമെങ്കിൽ S2 is equal to 0. S2 എന്തായിരിക്കും? 0 ആയതുകൊണ്ട് S1 ആയതുകൊണ്ട് S1 is equal to M/P1. ഇത് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. S1 is equal to M/P1. അതായത് S1 കാണണമെങ്കിൽ S2 സമം 0 ആയിരിക്കും. അതുകൊണ്ട് S1 is equal to M/P1. ഇനി നോക്കുക, ഈ M ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? M എത്രയാണ് ഇവിടെ? M12 അല്ലേ? M12 അല്ലേ? അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം. ഇവിടെ എഴുതി ബഡ്ജറ്റ് ലൈൻ ഇക്വേഷന് നമുക്ക് നോക്കാം. ഇവിടെ എഴുതാം. P1 is equal to 3, P2 is equal to 3, M is equal to 12. അപ്പോൾ അതുകൊണ്ട് M/P1 is equal to M എത്രയാണ്? 12. 12 by P1 എത്രയാണ്? 3. M/P1 എന്ന് പറഞ്ഞാൽ 12 by 3 is equal to 4 അല്ലേ? 4 ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിനെ ഷോർട്ട് ആയിട്ട് ഞാൻ എഴുതുകയാണ്. S1 ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 4. S2 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 0. 0 ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അത് നമ്മൾ വിലകളൊക്കെ നൽകി. P1 എത്രയാണ്? 3 ആണ്. P2 എത്രയാണ്? 3 ആണ്.
ഉപഭോക്താവിന്റെ വരുമാനം എത്രയാണ് 12 ആണ്. അത് എഴുതി വെക്കണം. ഇനി x1 കാണണമെങ്കിൽ x2 സമം 0 ആയിരിക്കും. അതുകൊണ്ട് x1 m/p1. x1 ന്റെ സ്ഥാനത്ത് x1 m/p1. m ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 12 കൊടുത്തു. p1 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 3 കൊടുത്തു. = 4. അതായത് x1 എത്രയാണ് ഇപ്പൊ കിട്ടിയത്? 4 ആണ്. ഇനി ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് = 4 0. ഇനി അടുത്തതായിട്ട് നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നോക്കാം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അഥവാ m/p2 കാണാം അല്ലേ? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ അതായത് s2 കാണണമെങ്കിൽ അതായത് നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ എഴുതാം. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് p1 ഇവിടെ എത്രയാണ്? p1 = 3, p2 = 3, m = 12. അത് നമ്മൾ എഴുതി വെച്ചു. ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടത് അറിയില്ലെങ്കിൽ നമ്മളത് എഴുതി വെച്ചു. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാൻ പോവാണ്. x2 കാണണമെങ്കിൽ എന്തായിരിക്കും? x1 = 0. x1 എന്തായിരിക്കും? 0. ആയതുകൊണ്ട് s2 = m/p2. ഇനി m ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? m12 അല്ലേ? 12 ആണ്. 12/p2. p2 എത്രയാണ്? 3. 12/3 = 4. അപ്പോൾ x1 എത്രയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? x1 അല്ല x2 എത്രയാണ് കിട്ടിയത്? x1 0 ആണ്. x2 എത്ര കിട്ടിയിട്ടുള്ളത്? 4. ഇനി ആയതുകൊണ്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഷോർട്ട് ആയിട്ട് എഴുതി. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബണ്ടിൽ എഴുതുമ്പോൾ എങ്ങനെ? x1 x2 ഫോമിലാണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് x1 ന്റെ അളവ് എത്രയാണ്? x1 ഇവിടെ 0 ആണ്. 0, 4. അപ്പോൾ ഒന്നുകൂടി പറയാൻ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അത് നമ്മുടെ ബൈസെക്ടർ ഇക്വേഷനിലെ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ല ബൈസെക്ടർ ഇക്വേഷൻ നോക്കി നമുക്ക് സിമ്പിൾ അല്ലേ? p1 3 ആണ്, p2 3 ആണ്, m = 12 ആണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണുന്ന വിധമാണ് അല്ലേ? അതായത് s2 കാണണമെങ്കിൽ x1 എന്തായിരിക്കും? 0 ആയിരിക്കും. ആയതുകൊണ്ട് x2 x1 0 ആയി കഴിഞ്ഞു. എന്താ കാണേണ്ടത്? s2 ആണ്. s2 കാണാനുള്ള ഇക്വേഷൻ ആണ് m/p2. m ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 12. നമ്മുടെ ചോദ്യത്തിൽ അതാണ് m/12. 12/3 = 4. എത്രയാണ്? അപ്പൊ x2 കിട്ടിയത് നമുക്ക് 4 ആണ് കിട്ടിയിട്ടുള്ളത്. ആയതുകൊണ്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അതായത് ബണ്ടിലായിട്ട് എഴുതുമ്പോൾ എന്താണ്? 0, 4 അങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് x1 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 0. s2 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 4. ഇനി നമുക്ക് ബജറ്റ് ലൈൻ വരച്ച് നോക്കാം. ബജറ്റ് ലൈൻ വരയ്ക്കുക. ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4, 0 ആയിരുന്നു. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയായിരുന്നു? 4, 0 ആയിരുന്നു. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? 0, 4 ആണ്. ഇനി ഏറ്റവും ഹൈസ്റ്റ് ആയിട്ടുള്ള വാല്യൂ രണ്ടിലും x ആക്സിസിലും y ആക്സിസിലും എന്താണ്? 4 ആണ്. അപ്പൊ നമ്മൾ y ആക്സിസ് വരച്ചു, x ആക്സിസ് വരച്ചു, y പേര് കൊടുത്തു, x ന്റെ പേര് കൊടുത്തു. x ആക്സിസിൽ എന്താണ്? x ആക്സിസിൽ നമ്മൾ എന്താ മാർക്ക് ചെയ്യുക? ഗുഡ് 1. x ആക്സിസിൽ ഗുഡ് 1 അഥവാ x1. y ആക്സിസിൽ എന്ത് മാർക്ക് ചെയ്യും? ഗുഡ് 2 x2. ഓക്കെ. ഇനി എത്രയാണ് ഹൈസ്റ്റ് ആയിട്ടുള്ള വാല്യൂ? 4 ആണ് അല്ലേ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിനകത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു 4, 0. ഇവിടെ എത്ര? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്ര? 0, 4. അപ്പൊ x-ലും മാർക്ക് ചെയ്യാൻ 4 വരെ, y-ലും മാർക്ക് ചെയ്തു 1, 2, 3, 4. 4 വരെ മാർക്ക് ചെയ്തു. ഇവിടെ 1, 2, 3, 4. ഇനി നമ്മൾ
M/P-യുടെ ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് M/P1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്ര കിട്ടിയത് 4 0. അതായത് x ആക്സിസിൽ 4, അതായത് x1ന്റെ വില എത്രയാണ് 4. അതായത് x1ന്റെ വില 4 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1ന്റെ വില 4ഉം y-ന്റെ വില അതായത് x2ന്റെ വില എത്രയാണ് 0 ആണ്. അതായത് 4 0 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1ന്റെ അളവ് അതായത് x1ന്റെ അളവ് എന്തായിരിക്കും 4 ആയിരിക്കും, x2ന്റെ അളവ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്തു 4 0. അതായത് M/P മാർക്ക് ചെയ്യണം 4 0. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിയുടെ മാർക്ക് ചെയ്തു 4 0. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 0 4 0 4 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ x2 നമ്മൾ ഏർപ്പെടുത്തി എവിടെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് y ആക്സിലാണ്. x2 ഇവിടെ എത്രയാണ് 4, x2 ഇവിടെ y ആക്സിലാണ് മാർക്ക് ചെയ്തത്. x2ന്റെ അളവ് ഇവിടെ എത്രയാണ് 4, ഇവിടെ മാർക്ക് ചെയ്തു 4. ആ സമയത്ത് എത്രയാണ് അത് x1 എത്രയാണ് 0. അപ്പൊ നമ്മള് ഇവിടെ മാർക്ക് ചെയ്തു 0 4. അതായത് 0 4 എങ്ങനെ മനസ്സിലായില്ലേ? 0 വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 0 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1ന്റെ അളവാണ്, 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x2ന്റെ അളവാണ്. x2 എവിടെയാണ് അടയാളപ്പെടുത്തുന്നത് നമ്മൾ മാർക്ക് ചെയ്യുക y ആക്സിസ്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കും. സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കും. ചെരിയൊന്നും ചെയ്യരുത്. ബോർഡ് വരക്കുമ്പോൾ ചെറിയ നിങ്ങൾക്ക് സ്കെയിലോ പെൻസിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. 0 4 4 0 നമ്മൾ യോജിപ്പിച്ചു വെച്ചു. ഇനി ഇപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4 0. ഇതുകൊണ്ട് അവിടെ 4 മാർക്ക് ചെയ്തു. ഇവിടെ x1ന്റെ അളവാണ് ഇവിടെ 4, ഇവിടെ y അതായത് x2ന്റെ അളവാണ് ഇവിടെ. x2ന്റെ അളവ് എവിടെ മാർക്ക് ചെയ്യുക 4 എന്നുള്ളത് 0 4 എന്നുള്ളത് എവിടെ മാർക്ക് ചെയ്യാം y ആക്സിസിലാണ്. അതുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ 3x1 3x2 2y. 3x1 3x2 2y. ഇത്രയുമാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞു. എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.